പ്രസവ ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവ് സംഭവിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ആശുപത്രി അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ച ഹർഷിന ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഹർഷിനയ്ക്ക് ജോലി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. അവഗണിച്ചവർക്കുള്ള മറുപടിയാണ് നിയമനമെന്നും നീതി ലഭിച്ചെന്നും ഹർഷിന പ്രതികരിച്ചു. ഇത്തവണ സമരത്തിനായല്ല, കഴിഞ്ഞ 4 വർഷക്കാലം നീതിക്കായി പോരാട്ടം നടത്തിയ അതേ ആശുപത്രിയിൽ ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിക്കാനാണ് ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് നിയമനം. നീതി ലഭിച്ചെന്നും അവഗണിച്ചവർക്കുള്ള മറുപടിയാണ് ജോലിയെന്നും ഹർഷിന പ്രതികരിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആരോഗ്യമന്ത്രിയും കൂടെ നിന്നു. മതിയായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഹർഷിന. ഇതുവരെ നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവഗണിച്ച് പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ശക്തമായ മറുപടി. ഇനി എന്ത് തീരുമാനിക്കാനാണ്? അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, ഞാനല്ലേ ഏറ്റെടുത്തത് എന്നാ പറഞ്ഞത്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷയില്ല. മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എങ്ങനെയാ മറുപടി വരാമെന്നുള്ള അറിയില്ല. പക്ഷെ ഇന്നലെ അവിടെ കണ്ടത് നമ്മൾ കേരളത്തിൽ ഓരോ ജനങ്ങളും ആഗ്രഹിച്ച ഒരു നല്ലൊരു മുഖ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറെ കാലമല്ലോ പറയുന്നു, നിങ്ങളോടൊക്കെ പറയുന്നു. അപ്പൊ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി. ബിരുദധാരിയായ ഹർഷിനയ്ക്ക് കത്രിക വയറ്റിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പഠനത്തിനോ ജോലി തേടാനോ കഴിഞ്ഞിരുന്നില്ല. മുൻ സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും തുടർ ചികിത്സയ്ക്കായി വന്ന ഭീമമായ ചെലവ് കണക്കിലെടുത്ത് ഹർഷിന അത് സ്വീകരിച്ചിരുന്നില്ല. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ ആർട്ടറി ഫോർസെപ്സ് കുടുങ്ങിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ കടുത്ത അസ്വസ്ഥതകളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2022 സെപ്റ്റംബർ 17 മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക പുറത്തെടുത്തു. പിന്നീട് നീതി തേടി 104 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിന സത്യാഗ്രഹ സമരം നടത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ അടക്കമുള്ള UDF നേതാക്കൾ സമരപ്പന്തലിലെത്തി ഹർഷിനയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ അവ്യക്തതകൾ നിലനിന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനകളിലൂടെ കത്രിക മെഡിക്കൽ കോളേജിൽ നിന്നാണ് വയറ്റിൽ കുടുങ്ങിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് കേസിൽ നിർണായകമായി. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ കേസിന്റെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിയമപോരാട്ടം തുടരാനാണ് ഹർഷിനയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.